സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സിൽ സൗജന്യ യാത്ര എന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തിൽ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. എല്ലാ ബസ്സിലും സൗജന്യ യാത്ര ഉണ്ടാകുമോ? എവിടെ വരെ യാത്ര ചെയ്യാനാകും? സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കും? എന്നിവയൊക്കെയാണ് ഉയരുന്ന ചോദ്യങ്ങൾ. കർണാടകയിൽ നടപ്പാക്കിയ സൗജന്യ യാത്ര പരിശോധിച്ചാൽ ഈ സംശയങ്ങൾക്ക് ഏറെക്കുറെ ഉത്തരം ലഭിക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. എന്നാൽ ഏതെല്ലാം ബസ്സുകളിൽ കയറാമെന്നതോ എത്ര ദൂരം സഞ്ചരിക്കാമെന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എങ്കിലും കർണാടകയിൽ നടപ്പാക്കിയ അതേ മോഡൽ തന്നെയായിരിക്കും കേരളത്തിൽ നടപ്പാക്കുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കർണാടക ശക്തി സ്കീം എന്ന പേരിലാണ് കർണാടകയിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര 2023 നടപ്പാക്കിയത്. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ബാംഗ്ലൂർ മഹാനഗർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, നോർത്ത് വെസ്റ്റ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കല്യാൺ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നീ ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക. കർണാടകക്കുള്ളിൽ എവിടെയും സൗജന്യമായി യാത്ര ചെയ്യാം. ഓർഡിനറി, അർബൻ ട്രാൻസ്പോർട്ട്, എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് ബസ്സുകളിലാണ് യാത്ര സൗജന്യമായുള്ളത്. AC സ്ലീപ്പർ, നോൺ AC സ്ലീപ്പർ, ലക്ഷറി ബസ്സുകൾ എന്നിവയിൽ സൗജന്യ യാത്ര അനുവദിക്കില്ല. 6308 സിറ്റി ബസ്സുകൾ, 5952 ഓർഡിനറി ബസ്സുകൾ, 6343 എക്സ്പ്രസ് ബസ്സുകൾ എന്നിവയാണ് സൗജന്യ യാത്രക്കായുള്ളത്. യാത്ര ചെയ്യുന്നവർ സൗജന്യ യാത്രക്കായുള്ള സ്മാർട്ട് കാർഡ് കയ്യിൽ കരുതണം. കർണാടകയിലെ സ്ഥിര താമസക്കാരാകണമെന്നതാണ് നിബന്ധന. കർണാടകയിൽ 41 ലക്ഷത്തോളം സ്ത്രീകൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. കേരളത്തിലും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും പദ്ധതി നടപ്പാക്കുക. കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാമെങ്കിലും ഓർഡിനറി ബസ്സുകൾ പോലുള്ള നിശ്ചിത ബസ്സുകളിലായിരിക്കും സൗജന്യ യാത്ര. സ്ലീപ്പർ, AC ബസ്സുകൾ എന്നിവയിൽ സൗജന്യ യാത്ര അനുവദിച്ചേക്കില്ല. സൗജന്യ യാത്ര KSRTCക്ക് വൻ ബാധ്യതയാണ് വരുത്തിവെക്കുക. നിലവിൽ 23.5 ലക്ഷം യാത്രക്കാർ ദിവസവും KSRTC ഉപയോഗിക്കുന്നതായാണ് കണക്ക്. റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നതിൽ 55 മുതൽ 60% വരെ സ്ത്രീകളുമാണ്. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രകൾ നൽകുകയാണെങ്കിൽ പോലും മാസം 60 കോടി രൂപ ചെലവ് വരും. മാസം 80 കോടി രൂപ ശമ്പള ഇനത്തിൽ മാത്രം കണ്ടെത്തേണ്ട KSRTC സർക്കാർ സഹായത്തിൽ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. അതിനാൽ നിലവിൽ നൽകുന്ന സഹായത്തിന് പുറമെ സൗജന്യ യാത്രയിലൂടെ നഷ്ടമാകുന്നത് കൂടി സർക്കാർ നൽകേണ്ടി വരും. വർഷം 4000 കോടിക്ക് മുകളിലാണ് കർണാടകയിൽ പദ്ധതിക്കുള്ള ചെലവ്. സാമ്പത്തികമായി ശക്തമായ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് സർക്കാർ സഹായത്തിലൂടെ പദ്ധതി എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കേരളത്തിന് അധിക ചെലവ് താങ്ങാനാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.